ഈ എഴുതിയിട്ട് ട്യൂൺ ചെയ്യണതിൻ്റെ ട്യൂൺ ചെയ്തിട്ട് എഴുതുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ എപ്പോഴും എല്ലാ എഴുത്തുകാരും സംഗീത സംവിധായകരും തമ്മിൽ പറയുന്നൊരു കാര്യം. അത് ഇപ്പോഴും നല്ലത് ഏതാണെന്നാണ് കുട്ടൻ്റെ വിശ്വാസം? എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതാണോ? എനിക്കൊന്ന് അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും ആ സോങ്ങിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇത് പറഞ്ഞ ഒരു ലൊക്കേഷനിൽ തന്നെ ഉള്ള ഒരു സ്ഥലം, ഒരു പാട്ട്, ഒരു സിറ്റുവേഷൻ, ഒരു പ്രത്യേകിച്ച് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത്, അങ്ങനെയുള്ളത് എഴുതി ചെയ്താൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നു, ഒരുപാട് വ്യതിയാനങ്ങൾ വരുന്നു, അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ട്യൂണിൻ്റെ ഒരു വ്യത്യാസങ്ങൾ വന്നേ തീരും. ശരി. അപ്പോൾ ഇത് രണ്ടും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പനച്ചുരൻ എന്ത് തോന്നുന്നു? അങ്ങനെ ഒരു ട്യൂണിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളതാണെന്നുള്ളത് സത്യത്തിൽ നല്ലതാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ട്യൂൺ കിട്ടിയാൽ എഴുതാൻ എളുപ്പം. എനിക്ക് ട്യൂണും വിഷയമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവിടെ പദാവലി നിരത്തുകളിൽ ഒറ്റ പരിപാടിയേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇത് ജോലിയാണ്. ഒരു കവിത എഴുതണം, എന്തോ ഒരു വിഷയം തന്നല്ല, ഇതെങ്ങനെ എഴുതി മുഴുമിപ്പിക്കും, ഈ ജയചന്ദ്രൻ ഇനി നാളെ വന്നിട്ട് എന്താണ് പറയാൻ പോണേ, ഇവരെ നമ്മൾ ഭയപ്പെടണമല്ലോ, അക്രമികളാണല്ലോ. എന്നിട്ട് ഇതെല്ലാം വന്നിട്ട് ഓരോരുത്തർ ഒരു ടാന എന്ന് പറഞ്ഞു തരും. ആ ടാന എങ്ങനെ ഫില്ല് ചെയ്യുന്നതിന് ഞാൻ എഴുതിയ സ്ഥലം കഴിഞ്ഞ് ഒരു നാനയും കൂടെ പറഞ്ഞാൽ അത് പറ്റില്ല. അങ്ങനെ എഴുതി ചെയ്യുമ്പം ഇടയ്ക്ക് ഒരു ചെറിയ സ്ഥലം എന്ന് വെച്ച് തരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചെറിയൊരു പൊസിഷൻ മാത്രം വെച്ച് തരാൻ. ഇപ്പം വ്യത്യസ്തനായ ബാർബാബാലിനെ ഇപ്പം വ്യത്യസ്തനായ ബാർബാബാലിനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല ഉവേ എന്നൂടെ വേണമെന്ന് പറഞ്ഞാൽ തീർന്നു, നടക്കില്ല. ഉവേ എന്നുകൂടി വെക്കാൻ പറഞ്ഞാൽ അടുത്ത വരിയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാകും. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. അത് അതിന് വഴിക്ക് വിട്ടു തന്നിട്ട് ഇവർ മാറിയിരുന്നു, ഇവരുടെ തപസ്സുമായി ഇവരുടെ വഴിക്ക് പോവുക കൂടെ ചെയ്താൽ അത് ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഒരുമിച്ചിരുന്ന് ചെയ്യും. ഞങ്ങൾ പലപ്പോഴും ഒരുമിച്ചാണ്, പിന്നീട് ഉള്ള വർക്കുകളൊക്കെ നമ്മൾ ഒരുമിച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അപ്പോഴും ഞാൻ എഴുതാൻ പറയും, അപ്പോൾ ഇടയ്ക്ക് ഇന്നെ ഒന്ന് ഫില്ല് ചെയ്താൽ പറയാം. അങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല അല്ലേ എഴുതുകയും. അങ്ങനെ ഇത് രണ്ടും കൂടെ സമ്മിശ്രമായിട്ട് വരികയാണെങ്കിൽ ബെസ്റ്റ്. അത് ഒരു ലൈൻ എഴുതും, അപ്പോൾ അടുത്തൊരു ട്യൂൺ ഇങ്ങനെയാണ്, അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്കഷനിൽ വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് സോങ്സ് എന്നാണ് തോന്നുന്നത്. വെറുതെ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്നൊരു പാട്ടുണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഒരു ട്യൂൺ ഉണ്ടാവും നോക്കാം. സാധാരണത്തിൽ എഴുതുന്നതിന് നമ്മൾ ചെയ്യുന്നത് പൈസ വെച്ചാൽ എഴുതുമ്പോൾ ആണല്ലേ? ഞാൻ വയ്ക്കാം. സിറ്റുവേഷൻ ഒന്നുമല്ല, എന്നെ കുറച്ച് നേരത്തേക്ക് എന്നെ ഒന്ന് വിശ്വസിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വയ്ക്കാം. ഇനി ഞാൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് പൈസ തന്നാൽ ചേട്ടാ, അഡ്വാൻസ് ഉണ്ട്. ശരി. അപ്പൊ ഞാനും അത് കഴിഞ്ഞിട്ട് എന്തായാലും ചുമ്മാ പറഞ്ഞ മനസ്സിലായി. ഞാനും ചുമ്മാ പറഞ്ഞ എന്താ പറയുന്നത്, ഒരു ജോലി ചെയ്യുന്നതിന് മുമ്പേ പൈസ ആഗ്രഹിക്കുന്ന ആളാണ് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അത് കഴിഞ്ഞിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് മതി 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 മതിന്നുണ്ട്. അപ്പോഴും മതി എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ഒരു സിറ്റുവേഷൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പയ്യനെ കല്യാണം ഉറപ്പിച്ചൊരു പെണ്ണിൻ്റെ ഒരു ആഹ്ലാദം. ആ പെണ്ണിന് ഇഷ്ടമാണ് ഒരു പയ്യനെ, പക്ഷെ ആ കല്യാണം കഴിക്കാനൊന്നും ആരോടും പറയാനൊന്നും ഉള്ളൊരു ചങ്കുറപ്പില്ല, പറയാനുള്ള സിറ്റുവേഷനും അല്ല. പക്ഷെ പെട്ടെന്നാണ് ഈ പെൺകുട്ടി ആ പയ്യനെ കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാനായിട്ടുള്ള കല്യാണം എന്താ ഫിക്സ് ചെയ്തു എന്നറിയുമ്പോൾ അവളുടെ ഒരു ഇമാജിനേഷനും അവരുടെ ഒരു ആഹ്ലാദവും. ചിലപ്പോൾ അവൾ പാടത്തൂടെ ഒരു ഗ്രാമത്തിലുള്ള പെൺകുട്ടിയാണെന്ന് വിചാരിച്ചോളൂ. ടൗണിലെ പെൺകുട്ടിയാണെങ്കിൽ ആദ്യമേ SMS അയക്കും എനിക്കിങ്ങനെ കെട്ടണമെന്ന് പറഞ്ഞിട്ട്. ഗ്രാമത്തിലാകുമ്പോൾ അവളുടെ ഒരു ഗ്രാമീണത കൊണ്ട് അത് പറഞ്ഞില്ല. പക്ഷെ അവൾ പ്രതീക്ഷിക്കാതെ ആ കല്യാണം തന്നെ ഉറച്ചു വരുന്നു. ഇവളുടെ ഒരു ആഹ്ലാദം ഉണ്ടല്ലോ, അതാണ് സിറ്റുവേഷൻ എന്ന് വിചാരിക്കും. നിന്നു അരികത്തായി വന്നു ആ രാത്രി. ബാക്കി പറയണോ? പിന്നെ ഇത് കൃത്യ സിറ്റുവേഷൻ ഒരു പാട്ടുണ്ടായെന്നറിയും, ഈ 7 സുന്ദര രാത്രികൾ. കൃത്യ സിറ്റുവേഷൻ നമ്മളിപ്പോൾ പാട്ട് എഴുതുമ്പോൾ അങ്ങനെ കൂടെ ചിലപ്പോൾ ചിന്തിക്കും. നമ്മുടെ ഗുരുക്കന്മാർ ചെയ്ത സ്ഥലം 7 സുന്ദര രാത്രികൾ സെയിം സിറ്റുവേഷൻ. 7 സുന്ദര രാത്രികൾ. അതെ, അതാ പറഞ്ഞ അരികത്തു വന്നല്ലോ രാത്രി വികാര തരളിത രാത്രികൾ. അങ്ങനെ